1958, 1995, 2017 സുപ്രീം കോടതി വിധികളിൽ എല്ലാം 1934 സഭാഭരണഘടന അനുസരിച്ച് മലങ്കര സഭയിലെ എല്ലാ പള്ളികളും വിധിക്കപ്പെടുന്ന വിധി ഉണ്ടായിട്ടുണ്ട്. 2002 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ തർക്കങ്ങളിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതിനായി ജസ്റ്റിസ് മള്ളിമഠിന്റെ നേതൃത്വത്തിൽ കൂടിയതായ സുപ്രീം കോടതിയിലെ വിധി അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മലങ്കരയിലുള്ള 1662 പള്ളികളും 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം. അത് നടത്തുവാൻ മലങ്കര സഭയുടെ മക്കൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. ഈ വിധി സംഗ്രഹത്തിൽ നിന്ന് പറയുന്ന ഈ സത്യം, സുപ്രീം കോടതി വിധിയുടെ ഈ സത്യം ഈ നാടിൻ്റെ നിയമമാണ്. ഇതിനെ മറികടക്കുവാനായിട്ട് ചർച്ച് ബില്ല് വരുമെന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. യുവർ എക്സലൻസി, Honorable Governor of Kerala, it is a well accepted fact that the Supreme Court judgment is the law of the land. If any legislation or ordinance against the law is placed before you for approval to disregard the 2017 judgment favoring Malankara Orthodox by the ruling government of Kerala, we strongly believe that Your Excellency will use your discretion to uphold justice due to Malankara Orthodoxers. 1879 മുതൽ 145 വർഷമായി മലങ്കര സഭയുടെ തനിമയ്ക്കും സ്വയം ശീർഷകത്തിനും വേണ്ടി നിയമയുദ്ധം ചെയ്തവരാണ് മലങ്കര സഭാ മക്കളായ നമ്മൾ. അനേകർ ഈ സഭയ്ക്കു വേണ്ടി രക്തസാക്ഷികളായി. അനേകം പേരുടെ കണ്ണുനീരിൻ്റെ ഫലമായി കിട്ടിയ കോടതി വിധികൾ മറികടന്ന് സഭാ ഭരണഘടന ബലികഴിച്ച് ഒരു ഒത്തുതീർപ്പിനും നാം ഒരു നാളും കൂട്ടുനിൽക്കുകയില്ല. നമ്മുടെ മുൻഗാമികളുടെ ഈ നിലപാട് തന്നെയാണ് നമ്മുടെ ഈ നിലപാടെന്നുള്ളത് വ്യക്തമായി ഈ രാഷ്ട്രത്തിലെ, ഈ സമൂഹത്തിലെ ഭരണകർത്താക്കൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വാത്സല്യ മക്കളെ, ഏതു പ്രതിസന്ധിയിലും നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകണം. ദൈവവും സഭാപിതാക്കന്മാരും കഴിഞ്ഞാൽ നിങ്ങളാണ് നമ്മുടെ ബലം. സുപ്രീം കോടതി വിധിക്കും സഭാ ഭരണഘടനയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് സഭ എന്നും തയ്യാറായിട്ടുണ്ട്, ഇന്നും തയ്യാറാണ്, നാളെയും തയ്യാറാണ്. പക്ഷേ സഭയുടെ അസ്ഥിവാരം തോണ്ടുന്ന ഒരു സമാധാന സമിതിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ട് ചർച്ച് ബിൽ വന്ന് ഞങ്ങളെ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്നുള്ളത് വിചാരിച്ചിരിക്കണം. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ, പട്ടണത്തിലുള്ളതല്ല, പട്ടണത്തിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചൊല്ലുണ്ട്, വേട്ടക്കാരൻ്റെ പട്ടിയെ ഉടുക്ക് കൂട്ടി ഓടിക്കാൻ ആരും തയ്യാറാകരുത് എന്നുള്ളത്.